Hi, hello, my dear students, my dear children. This is the part 1 class of our new chapter, chapter 10, Europe on the World Map. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സെക്കൻഡ് ടേം പോർഷനാണ് ചാപ്റ്റർ 10. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സെക്കൻഡ് ടൈമിലേക്കുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇനിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് തേർഡ് ടൈമിലേക്കുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പം നമ്മുടെ ചാപ്റ്റർ 10ൻ്റെ പേരൊന്ന് ശ്രദ്ധിച്ചേ, യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ്. വേൾഡ് മാപ്പിൽ യൂറോപ്പ് എന്നാണ് നമ്മുടെ ടൈറ്റിലെങ്കിലും യൂറോപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ 10. യൂറോപ്പിൻ്റെ ലൊക്കേഷൻ, യൂറോപ്പിലെ ഹ്യൂമൻ ലൈഫ്, അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, ദെൻ their characteristics, their special characteristics in their climate, like that, everything about Europe നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചാപ്റ്ററാണ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകം തന്നെ ഒരു ചെറിയ ഗ്രാമം പോലെ ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലുള്ള കാര്യങ്ങളുടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് ലോകത്തെ ഒരു കൊച്ചു ഗ്രാമം പോലെ ഒന്നാക്കിയിരിക്കുക. നമ്മുടെ ആളുകളൊക്കെ ജോലി ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഈ നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്ന, നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന, നമ്മളുമായിട്ട് ട്രേഡ് റിലേഷനുള്ള എല്ലാ തരത്തിലും ഒരു വളരെ അടുത്ത ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു കോണ്ടിനെൻ്റാണ് നമ്മുടെ യൂറോപ്പ്. അപ്പം ഈ യൂറോപ്പിനെ, അതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെപ്പറ്റി, അവിടുത്തെ പ്രധാനപ്പെട്ട ക്ലൈമറ്റിനെ പറ്റി, അവരുടെ ടോപ്പോഗ്രഫിയെ പറ്റി, അവിടുത്തെ ടെക്നോളജിയെ പറ്റി എല്ലാം നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ചാപ്റ്ററാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. 1 by 1 ആയിട്ട് നമുക്ക് അത് പഠിക്കാം. ഇതിന് ശേഷം, ഈ ചാപ്റ്ററിന് ശേഷം നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ റിവിഷനായിരിക്കും. സെക്കൻഡ് ടൈമിലേക്കുള്ള റിവിഷനായിരിക്കും. റിവിഷൻ ക്ലാസ്സുകൾ ഉടനെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിന് ശേഷം ആരംഭിക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സെക്കൻഡ് ടൈമിന് എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു റിവിഷൻ നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. നമുക്ക് ഇത് ആരാണെന്ന് നോക്കി, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാവൽ റൈറ്ററാണ് ഇദ്ദേഹം. അതായത് യാത്രാ വിവരണങ്ങൾ എഴുതുന്ന പ്രധാനപ്പെട്ട ഒരു ട്രാവൽ റൈറ്ററായ SK പൊറ്റക്കാടിനെയാണ് നിങ്ങളീ കാണുന്നത്. ഇദ്ദേഹം യൂറോപ്പിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ യൂറോപ്പ് എന്നാണ് അതിൻ്റെ പേര്, ഇന്നത്തെ യൂറോപ്പ്. 1955 SK പൊറ്റക്കാട് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അതിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ്ഡ് ആയ കാര്യങ്ങൾ അദ്ദേഹം ഒരു ട്രാവൽ ബുക്കായിട്ട് ഈ ഇന്നത്തെ യൂറോപ്പ് എന്നുള്ള പേരിൽ അദ്ദേഹം എഴുതുകയും ചെയ്തു. ഇദ്ദേഹം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റൈറ്ററാണ്. നമ്മുടെ മലയാളത്തിലെ ജ്ഞാനപീഠ് അവാർഡൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജ്ഞാനപീഠ് വിന്നറാണ് ഇദ്ദേഹം. കണ്ടോ, ജ്ഞാനപീഠം എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലറായ, ഏറ്റവും ഫേമസ് ആയ അവാർഡൊക്കെ വിൻ ചെയ്ത ആ വിന്നറാണ് നമ്മുടെ SK പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നത്തെ യൂറോപ്പ് എന്ന ആ ബുക്കിലെ ഒരു പാരഗ്രാഫാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഇന്നത്തെ യൂറോപ്പ് എന്നുള്ള പേരിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം. ഇദ്ദേഹം യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും തന്നെ മാസങ്ങളെടുത്ത് അദ്ദേഹം വിസിറ്റ് ചെയ്യുകയും ഓരോ സ്ഥലത്തും, ഇപ്പോൾ അവസാനം അദ്ദേഹം വിസിറ്റ് ചെയ്ത സ്ഥലം ഇംഗ്ലണ്ടാണ്. അവിടെ അദ്ദേഹം ഒരു ഫോർ എ മന്ത് ആൻഡ് എ ഹാഫ്, ഒരു 1.5 മാസത്തോളം അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെ താമസിക്കുകയും വീണ്ടും അദ്ദേഹം മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, അതുപോലുള്ള യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും തന്നെ, റോം, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം അദ്ദേഹം വിസിറ്റ് ചെയ്യാൻ പോവുകയും അദ്ദേഹം അവിടെ കണ്ട കാര്യങ്ങളും ഈ ബുക്കിലുണ്ട്. അതിൻ്റെ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ആരാണ് നമ്മുടെ ഈ ഫേമസ് ട്രാവൽ റൈറ്റർ? SK പൊറ്റക്കാട്. ഓക്കെ, അപ്പോൾ യൂറോപ്പിലേക്ക് നമ്മൾ
കയറാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഇൻട്രഡക്ഷനാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഇന്നത്തെ യൂറോപ്പ്. മറന്നു പോകല്ലേ, നമ്മുടെ ബുക്കിൻ്റെ പേരെന്താണ്? ഇന്നത്തെ യൂറോപ്പ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അദ്ദേഹം അത് എഴുതിയതും അദ്ദേഹം ഈ യൂറോപ്പ് വിസിറ്റ് ചെയ്തതും ഏത് ഇയറിലാണ്? 1955. ഓക്കെ, നിങ്ങളിവിടെ കാണുന്നത് യൂറോപ്പിൻ്റെ ഒരു മാപ്പ് കാണിക്കാൻ വേൾഡ് മാപ്പാണ് തന്നിരിക്കുക. ഇവിടെ എല്ലാ കോണ്ടിനെൻസും നിങ്ങൾക്കിവിടെ കാണാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോണ്ടിനെൻസ്? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ആർട്ടിക് ആൻഡ് അന്റാർട്ടിക്. ഓക്കെ, ഈ കോണ്ടിനെൻസിൻ്റെ പേര് ടീച്ചർ ഒന്നുകൂടി പറയാം. ഏറ്റവും ബിഗസ്റ്റ് വണ്ണിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏഷ്യ, ദെൻ ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ആർട്ടിക്, അന്റാർട്ടിക്. ഓക്കെ, ഇത്രയും കോണ്ടിനെൻസിലെ ഒരു പ്രധാനപ്പെട്ട കോണ്ടിനെൻ്റാണ് നമ്മുടെ യൂറോപ്പ്. യൂറോപ്പ് നിങ്ങളിവിടെ കണ്ടോ? എവിടെയാണ് യൂറോപ്പ് എന്ന് നോക്കിക്കേ. ഏഷ്യയും യൂറോപ്പും ഒരേ കളറിലാണ് നമ്മുടെ മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഏഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു കോണ്ടിനെൻ്റാണ്, ഏഷ്യൻ കോണ്ടിനെൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. ഇവിടെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഓഷ്യൻ കാണാനായിട്ട് സാധിക്കത്തില്ല, അല്ലേ? അത് ലാൻഡ് തന്നെയാണ്. ഏഷ്യയും യൂറോപ്പും തമ്മിൽ ഓഷ്യൻ്റെ ഒരു സെപ്പറേഷൻ ഇല്ല, പകരം ലാൻഡ് ചേർന്ന് കിടക്കുക. അപ്പോൾ ഏഷ്യയിലുള്ള ആളുകൾക്ക് നമുക്ക് ബൈ റോഡ് നമുക്ക് യൂറോപ്പിൽ പോകാം, യൂറോപ്പിൽ നിന്നും ബൈ റോഡ് നമുക്ക് ഏഷ്യയിലെത്താം. കാരണം എന്താണ്? ഇത് ചേർന്ന് കിടക്കുകയാണ്, ലാൻഡ് ഏരിയയ. പിന്നെ എന്താണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? യൂറാൽ എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ് ഏഷ്യയെ യൂറോപ്പിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്, യൂറാൽ മൗണ്ടൻ. അപ്പോൾ ഇത് ലാൻഡ് തന്നെയാണ്. ഓക്കെ, എന്നാൽ മറ്റു കോണ്ടിനെൻറ്റ്സൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. നോർത്ത് അമേരിക്കയും ഈ യൂറോപ്യൻ പ്രദേശങ്ങളും തമ്മിൽ ഒരു ഓഷ്യനാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യൻ. സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓഷ്യനാണ്. ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഓക്കെ, ഓസ്ട്രേലിയ, ആഫ്രിക്ക നോക്കിക്കേ, ഏതാണ് അവിടെ ഇടയ്ക്ക് കിടക്കുന്ന ഓഷ്യൻ? ഇന്ത്യൻ ഓഷ്യനാണ്. ഓസ്ട്രേലിയയും സൗത്ത് അമേരിക്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് പസഫിക് ഓഷ്യനാണ്. അതുപോലെ ഏഷ്യയും നോർത്ത് അമേരിക്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് പസഫിക് ഓഷ്യനാണ്. പസഫിക് ഓഷ്യൻ നിങ്ങൾക്ക് ഏഷ്യയുടെ ഈസ്റ്റ് ഭാഗത്ത് കാണാം. അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത് നോർത്ത് അമേരിക്കയുടെ വെസ്റ്റ് ഭാഗത്ത് കാണുന്നത്. ഇത് പസഫിക് ഓഷ്യനാണ് കേട്ടോ, രണ്ടും പസഫിക് ഓഷ്യനാണ്. ടീച്ചറിൻ്റെ മാറ്റി കാണിക്കുക കേട്ടോ. പസഫിക് ഓഷ്യനാണ് ഇവിടെ രണ്ടിടത്തും കാണുന്നത്. കാരണം എന്താ? വേൾഡ് മാപ്പ് നമുക്കറിയാം നമ്മുടെ ഗ്ലോബിനെ നിവർത്തി വെച്ചിരിക്കുക. അപ്പോൾ പസഫിക് ഓഷ്യൻ രണ്ടായിട്ട് കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് യോജിപ്പിച്ച് വെക്കുമ്പോൾ പസഫിക് ഓഷ്യൻ ഒന്നായിട്ട് തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ കോണ്ടിനെൻസും മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ ജോഗ്രാഫിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് അറിയാതിരിക്കണം. അപ്പോൾ നിങ്ങൾ 9th-ലേക്കും 10th-ലേക്കും ഒക്കെ വരുമ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഈ ഓരോ കോണ്ടിനെൻറ്റിൻ്റെയും ലൊക്കേഷൻ എവിടെയാണ്, ഏതൊക്കെയാണ് കോണ്ടിനെൻറ്റ്സ്, ഏതൊക്കെയാണ് ചേർന്ന് കിടക്കുന്നത്, ഏത് ഓഷ്യനാണ് ഓരോ കോണ്ടിനെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാതിരിക്കണം. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി കാണിക്കുകയാണ്. നിങ്ങൾ ഈ വേൾഡ് മാപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടൊന്ന് നോക്കി പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മുടെ കോണ്ടിനെൻറ്റ്സിനെ പറയുകയാണ്. ഏഷ്യയും യൂറോപ്പും ചേർന്ന് കിടക്കുന്ന രണ്ട് കോണ്ടിനെൻറ്റുകളാണ് ഏഷ്യ, യൂറോപ്പ്. വീണ്ടും വരുന്നത് ആഫ്രിക്ക, അല്ലേ? പിന്നെ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും, പിന്നെ ഓസ്ട്രേലിയ. പിന്നെ നമുക്കറിയാം പോളാർ ഏരിയയിൽ രണ്ട് കോണ്ടിനെൻറ്റ്സ് ഉണ്ട്, ആർട്ടിക്, അന്റാർട്ടിക്. ആർട്ടിക് എന്ന് പറയുന്നത് നോർത്ത് ഹെമിസ്ഫിയറിലും അന്റാർട്ടിക് എന്ന് പറയുന്നത് സൗത്ത് ഹെമിസ്ഫിയറിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ യൂറോപ്പ് മാത്രം നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് യൂറോപ്പ് മാത്രമാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ലൊക്കേഷൻ ഓഫ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു നോട്ട് തയ്യാറാക്കി പഠിക്കാം. യൂറോപ്പ് ഈസ് ദ 6th ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ഇറ്റ് ഈസ് ദ 6th ലാർജസ്റ്റ് വൺ. ഏറ്റവും ഫസ്റ്റ് വൺ ഏഷ്യയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം അതിൻ്റെ ഏരിയ വെച്ച് നോക്കുമ്പോൾ യൂറോപ്പിന് 6th പൊസിഷൻ മാത്രമേ ഉള്ളൂ. Europe is the 6th largest continent. Europe is situated as a western extension of Asia. നോക്കിക്കേ, ഏഷ്യയുടെ വെസ്റ്റ് ഭാഗത്താണ് യൂറോപ്പ് കാണുന്നത്. നിങ്ങൾക്ക് നമ്മുടെ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ നോക്കുക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്.
അപ്പം ഇത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഇതിലേക്ക് നോക്കുക. നോർത്ത് എവിടെയാണ്, സൗത്ത് എവിടെയാണ്, ഈസ്റ്റ് എവിടെയാണ്, വെസ്റ്റ് എവിടെയാണ്? അപ്പോൾ ഏഷ്യയുടെ വെസ്റ്റ് ഭാഗത്തല്ലേ യൂറോപ്പ് കിടക്കുന്നത്? യെസ്, ഏഷ്യയുടെ വെസ്റ്റ് ഭാഗത്ത് കാണുന്ന കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. ദ വാസ്റ്റ് ലാൻഡ് മാസസ് ദാറ്റ് ഇൻക്ലൂഡ് ഏഷ്യ ആൻഡ് യൂറോപ്പ് ഈസ് കോൾഡ് യുറേഷ്യ. ഏഷ്യയും യൂറോപ്പും ഒരു ഓഷ്യൻ്റെ സെപ്പറേഷൻ ഇല്ലാതെ ലാൻഡായിട്ട് കിടക്കുകയാണെന്ന് ടീച്ചർ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന ഒരു ലാൻഡ് മാസ് ആയതുകൊണ്ട് അതിനെ ചേർത്ത് നമുക്ക് എന്ത് പേര് പറയാം? ഏഷ്യ, യൂറോപ്പ്, ഇതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണ് യുറേഷ്യ. യുറേഷ്യ. ഓക്കെ, യൂറോപ്പിൻ്റെ ഈ യുവും ഏഷ്യയുടെ ASIAയും കൂടി എടുത്തിട്ട് നമ്മൾ എങ്ങനെ ചേർത്തു? യുറേഷ്യ എന്ന് ചേർത്തു. EURASIA, യുറേഷ്യ. അതിൻ്റെ മീനിങ് എന്താണ്? ഏഷ്യ പ്ലസ് യൂറോപ്പ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? ബിക്കോസ് ദീസ് വാസ്റ്റ് ലാൻഡ് ബാഗ്സ് ഈസ് നോട്ട് അറ്റ് ഓൾ separated by an ocean. Okay. Then Europe completely located in the northern hemisphere. യൂറോപ്പ് കംപ്ലീറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇക്വേറ്ററിൻ്റെ നോർത്ത് ഭാഗത്താണ് കംപ്ലീറ്റ്. എന്നാൽ നമ്മൾ ഇപ്പം നമുക്ക് നമ്മുടെ വേൾഡ് മാപ്പ് ഒന്നുകൂടി കാണാം. നിങ്ങൾ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിലേക്ക് നോക്കുകയും ഈ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്ത് ഭാഗം സൗത്തേൺ ഹെമിസ്ഫിയറിലുമാണ്. അതായത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ അതിനകത്തുകൂടിയാണ് ഏത് പോകുന്നത്? നമ്മുടെ ഇക്വേറ്റർ പോകുന്നത്. അപ്പോൾ ഏഷ്യയിലെ ചില ഭാഗങ്ങളും ഇതുപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. അപ്പോൾ സൗത്ത് അമേരിക്കയും അതുപോലെ തന്നെയാണ്. എന്നാൽ യൂറോപ്പിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. യൂറോപ്പ് എവിടെയാണ്? പൂർണ്ണമായിട്ടും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ കംപ്ലീറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഒരു കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ 4 പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. യൂറോപ്പ് ഈസ് ദ 6th ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ആസ് ദ വെസ്റ്റേൺ എക്സ്റ്റൻഷൻ ഓഫ് ഏഷ്യ. ഏഷ്യയുടെ വെസ്റ്റ് ഭാഗത്താണ് കാണുക. വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് അല്ലേ, ലെഫ്റ്റ് ഭാഗത്ത്. ദ വാസ്റ്റ് ലാൻഡ് മാസ് ദാറ്റ് ഇൻക്ലൂഡ് ഏഷ്യ ആൻഡ് യൂറോപ്പ് ടുഗെദർ നോൺ ആസ് യുറേഷ്യ. യൂറോപ്പ് ഈസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ദെൻ യൂറോപ്പിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമുക്കൊന്ന് നോക്കാം. ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയുമ്പോൾ, ഒരു കോണ്ടിനെൻറ്റിൻ്റെ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എവിടെയാണ്, അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എവിടെയാണ്. ഓക്കെ, ദ ലാറ്റിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് ഫ്രം 35 ഡിഗ്രി നോർത്ത് ടു 72 ഡിഗ്രി നോർത്ത്. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ 37 ആണ്. ഹിമാലയത്തിൻ്റെയൊക്കെ ആ ഏരിയ വരുമ്പം നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 37 ആണ്. അപ്പോൾ 35 ആണ്. 35 നോർത്ത് ലാറ്റിറ്റ്യൂഡാണ് ഇതിൻ്റെ തുടക്കം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെമ്പറേറ്റ് സോണിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ യൂറോപ്പിൻ്റെ തുടക്കം തന്നെ ടെമ്പറേറ്റ് സോണാണ്. അപ്പോൾ വലിയ ടെമ്പറേച്ചർ ഒന്നും അവിടെ വരാൻ സാധ്യതയില്ല. കാരണം എന്താണ്? 0 ഡിഗ്രിയിൽ നിന്നും എത്ര ഡിഗ്രി മുകളിലോട്ട് പോകണം? യൂറോപ്പ് തുടങ്ങണമെങ്കിൽ 35 ഡിഗ്രി മുകളിലോട്ട് പോകണം. അതുപോലെ തന്നെ ഇത് പോളാർ ഏരിയ വരെ അങ്ങ് പോവുക. യൂറോപ്പിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിക്കേ, 72 ഡിഗ്രി വരെ പോവുക. അവിടെയൊക്കെ എക്സ്ട്രീം കോൾഡാണ് 72. ആകെ ഉള്ളത് 90 ഡിഗ്രി ഉള്ളതല്ല അല്ലേ? പോളാർ ഏരിയ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 72 ഡിഗ്രി എന്ന് പറയുമ്പോൾ പോളാർ ഏരിയയോട് വളരെ ക്ലോസ് ആയി. അപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻ്റ് ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും തന്നെ നല്ല കോൾഡ് ഏരിയയാണ്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് തന്നെ നോക്കുക, 35 ഡിഗ്രിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. 72 ഡിഗ്രി വരെയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. സോ ദ ലാറ്റിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് ഫ്രം 35 ഡിഗ്രി ടു നോർത്ത് ടു 72 ഡിഗ്രി നോർത്ത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് ഫ്രം 25 ഡിഗ്രി വെസ്റ്റ് ടു 65 ഡിഗ്രി ഈസ്റ്റ്. നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡുകൾ നമ്മുടെ എന്താണ് ഗ്രീനിച്ച് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ ഈസ്റ്റ് എന്നും വെസ്റ്റ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റിലേക്ക് നമ്മൾക്കറിയാം ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത് ലണ്ടനിലെ ഗ്രീനിച്ചിലൂടെയാണ് കടന്നു പോവുക. അതാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ആ 0 ഡിഗ്രിക്കും വെസ്റ്റിലുള്ളതെല്ലാം വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡുകളും 0 ഡിഗ്രിക്കും ഈസ്റ്റിലുള്ളതെല്ലാം ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡുകളും. നമ്മുടെ ഇന്ത്യ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡാണ്. ഓക്കെ, നമ്മൾ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡാണ്. 68 തൊട്ട് ഈസ്റ്റ് തൊട്ട് 97 ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ പൊസിഷൻ. നമ്മൾ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡാണ്. എന്നാൽ യൂറോപ്പ് എന്ന് പറയുന്ന ഈ കോണ്ടിനെൻ്റ് നമ്മുടെ 25 ഡിഗ്രി വെസ്റ്റിൽ നിന്ന് തുടങ്ങി 65 ഡിഗ്രി ഈസ്റ്റ് വരെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഗ്രീനിച്ച് മെറീഡിയൻ്റെ ലെഫ്റ്റിലും ഉണ്ട്, റൈറ്റിലും ഉണ്ട്. റൈറ്റിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഗ്രീനിച്ച് മെറീഡിയൻ്റെ ലെഫ്റ്റിലേക്ക് വെസ്റ്റിലേക്ക് 25 ഡിഗ്രിയും ഈസ്റ്റിലേക്ക് 65 ഡിഗ്രിയും ഈ കോണ്ടിനെൻ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ കോണ്ടിനെൻ്റ്. പക്ഷേ ലോഞ്ചിറ്റ്യൂഡ് പറയുമ്പോൾ ഈസ്റ്റിലും ഉണ്ട് വെസ്റ്റിലും ഉണ്ട്. കൂടുതൽ ഭാഗവും ഈസ്റ്റിലാണ്. നോക്കിയാൽ 65 ഡിഗ്രി ഈസ്റ്റിലേക്കാണ്, 25 ഡിഗ്രി വെസ്റ്റിലേക്കും പോകുന്നു. യൂറോപ്പ് വാസ് റെക്കോർഡഡ് ആസ് എ കോണ്ടിനെൻറ്റ് സിൻസ് 2000 years ago. 2000 years ago തന്നെ അന്നത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻറ്റിനെ പറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേ യൂറോപ്പിനെ ഒരു കോണ്ടിനെൻ്റായിട്ട് ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു. യൂറോപ്പിനെ ഒരു കോണ്ടിനെൻ്റായിട്ട് 2000 years എഗോ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ യൂറോപ്പ് വാസ് റെക്കോർഡഡ് ആസ് എ കോണ്ടിനെൻറ്റ് സിൻസ് 2000 years ago. അപ്പോൾ അതൊരു ഏഷ്യയുടെ ഭാഗമല്ല, ഒരു സെപ്പറേറ്റ് കോണ്ടിനെൻ്റ് ആണ്. രണ്ടുകൂടി ഒന്നിച്ച് ചേർന്നല്ലേ കിടക്കുന്നത്. എന്നിട്ട് പോലും അതിനെ ഒരു സെപ്പറേറ്റ് കോണ്ടിനെൻ്റായിട്ട് 2000 years എഗോ തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് റെക്കോർഡഡ്. ഗ്രന്ഥങ്ങളിലും അന്നത്തെ രേഖകളിലുമൊക്കെ യൂറോപ്പിനെ ഒരു കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, യൂറോപ്പ് ഈസ് ബോർഡേഡ് ബൈ ദ ആർട്ടിക് ഓഷ്യൻ ഇൻ ദ നോർത്ത്. യൂറോപ്പിൻ്റെ ബോർഡേഴ്സ് എന്ന് പറയുക. ബോർഡർ പറയുമ്പോൾ നമ്മൾ എത്ര വശങ്ങൾ പറയണം? നോർത്ത് പറയണം, സൗത്ത് പറയണം, ഈസ്റ്റ് പറയണം, വെസ്റ്റ് പറയണം. ഓക്കെ, അങ്ങനെയാണല്ലോ ബോർഡർ നമ്മൾ പറയുക. അപ്പോൾ യൂറോപ്പിൻ്റെ നോർത്തിൽ എന്താണ് കിടക്കുക? നോർത്തിലുള്ള നമ്മുടെ ഓഷ്യൻ അറിയാം, തണുത്തുറഞ്ഞു കിടക്കുന്ന നമ്മുടെ ആർട്ടിക് ഓഷ്യനാണ് അവരുടെ നോർത്ത് ഭാഗം. അവരുടെ അറ്റ്ലാന്റിക് ഓഷ്യനാണ് അതിൻ്റെ വെസ്റ്റ് ഭാഗം. യൂറോപ്പിൻ്റെ വെസ്റ്റിലെ അറ്റ്ലാന്റിക് ഓഷ്യനാണ്, നോർത്തിലെ നമ്മുടെ ആർട്ടിക് ഓഷ്യനാണ്. ഇനി യൂറോപ്പിൻ്റെ സൗത്ത് ഭാഗത്ത് മെഡിറ്ററേനിയൻ സീ ആണ് സ്ഥിതി ചെയ്യുന്നത്. സൗത്തിൽ മെഡിറ്ററേനിയൻ സീ. ഓക്കെ, ഈസ്റ്റിൽ ഏഷ്യയാണ്. നമുക്കറിയാം ഈസ്റ്റ് ഭാഗത്ത് ഏഷ്യ അല്ലേ. ഈസ്റ്റിലേക്ക് പോയാൽ ഏഷ്യയാണ്, കാരണം ഇത് രണ്ടും കൂടി ചേർന്നല്ലേ കിടക്കുന്നത്. ഈസ്റ്റിലേക്ക് ഏഷ്യയാണ്, വെസ്റ്റിൽ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനാണ്, അതിൻ്റെ നോർത്തിൽ ആർട്ടിക് ഓഷ്യനാണ്, അതിൻ്റെ സൗത്തിൽ മെഡിറ്ററേനിയൻ സീ ആണ്. നമുക്ക് നമ്മുടെ വേൾഡ് മാപ്പിലേക്ക് ഒന്നുകൂടി വരാം. എല്ലാവരും നോക്കുക ഇതിൻ്റെ ബോർഡർ ഏതൊക്കെയാണ്. യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ നോർത്ത് ഭാഗത്തിലേക്ക് നോക്കിക്കേ, അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കേ, അവിടെ കാണുന്ന ഓഷ്യൻ ഏതാ? ആർട്ടിക് ഓഷ്യൻ. യൂറോപ്പിൻ്റെ വെസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയേ, അവിടെ ഏത് ഓഷ്യനാണ് നമ്മൾ കാണുന്നത്? അറ്റ്ലാന്റിക് ഓഷ്യൻ. യൂറോപ്പിൻ്റെ സൗത്ത് ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയേ, സൗത്ത് എന്ന് പറയുമ്പോൾ താഴെ, സൗത്ത് ഭാഗത്ത് മെഡിറ്ററേനിയൻ സീ എന്ന് എഴുതിയേക്കുന്നുണ്ടോ? സൗത്തിൽ മെഡിറ്ററേനിയൻ സീ. അപ്പോൾ നമ്മൾ ചോദിക്കും ഈസ്റ്റിൽ എന്താണെന്ന്. ഈസ്റ്റിൽ ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻ്റ്. ഓക്കെ, അപ്പോൾ ഈസ്റ്റിൽ ഏഷ്യ, നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ, വെസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ, സൗത്തിൽ മെഡിറ്ററേനിയൻ സീ. അപ്പോൾ യൂറോപ്പിൻ്റെ ബോർഡേഴ്സ് ഏതാണെന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, യൂറോപ്പിൻ്റെ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബോർഡേഴ്സ് പറയണം. Then the Ural mountain, the Black Sea and the Caspian Sea to the east separate the Europe from Asia. അപ്പോൾ യൂറോപ്പിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് യൂറാൽ മൗണ്ടൻ ഉണ്ട്. ഏഷ്യ എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റ് അവിടെ ഉണ്ട്. യൂറാൽ മൗണ്ടൻ്റെ ഈസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഏഷ്യയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്ത്, അതായത് ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ബ്ലാക്ക് സീ ഉണ്ട്, കാസ്പിയൻ സീ ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് സീയും കാസ്പിയൻ സീയും യൂറാൽ മൗണ്ടനും ഒക്കെ അതിൻ്റെ ഏകദേശം ഈസ്റ്റ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നു. ഇതാണ് നമ്മുടെ യൂറോപ്പിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ 6th പൊസിഷൻ മാത്രമേ അതിൻ്റെ ഏരിയ വെച്ച് നോക്കുമ്പോൾ കോണ്ടിനെൻസിൽ 6th പൊസിഷൻ മാത്രമേ നമ്മുടെ യൂറോപ്പിനുള്ളൂ. ഇതാണ് യൂറോപ്പിനെ പറ്റിയുള്ള ആസ് എ ഹോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി പറയാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് യൂറോപ്പ് മാത്രമായിട്ടൊന്ന് കാണാം. ഉണ്ടോ? നമ്മുടെ യൂറോപ്പിനെ നോക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ കൺട്രികളും നിങ്ങൾക്കിവിടെ കാണാം. നേഷൻസ് നോക്കുക, നമുക്ക് പരിചയമുള്ള നേഷൻസാണ്. യൂറോപ്പിലെ നേഷൻസിൻ്റെ എല്ലാം പേര് നിങ്ങൾക്ക് വായിക്കാം. ഇംഗ്ലണ്ട്, അയർലൻഡ്, നോർവേ, സ്വീഡൻ, ദെൻ ഫിൻലാൻഡ്, ദെൻ ലിത്വാനിയ, ദെൻ യുക്രൈൻ, ദെൻ പോളണ്ട്, ദെൻ ഹംഗറി, റൊമാനിയ, ബൾഗേറിയ, ഗ്രീസ്. ഓക്കെ, so many countries, ഡെൻമാർക്ക്. അപ്പോൾ റഷ്യയാണ് ഈ യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യ ഏഷ്യൻ
കോണ്ടിനെൻറ്റിൽപ്പെട്ട ഒരു രാജ്യമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. റഷ്യയുടെ 75% മാത്രമേ ഏഷ്യൻ കോണ്ടിനെൻറ്റിലുള്ളൂ. റഷ്യയുടെ 25% യൂറോപ്പിലാണ് കിടക്കുക. അതുപോലെ തന്നെ റഷ്യയിലെ പോപ്പുലേഷനിൽ ഒരു 75%ഉം അതിൻ്റെ യൂറോപ്യൻ ഭാഗത്താണ് താമസിക്കുന്നത്. ബാക്കി 25% മാത്രമേ ഏഷ്യൻ ഭാഗത്ത് താമസിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റഷ്യയിലെ ആളുകൾ കൂടുതലും യൂറോപ്യൻ സ്റ്റൈലിൽ ജീവിക്കുന്ന, യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത്. റഷ്യയുടെ എന്നാൽ ഒരു 75% ഏരിയയും കിടക്കുന്നത് ഏഷ്യയിലാണ്. പക്ഷേ അവിടെ ജനവാസം വളരെ കുറവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. റഷ്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യം യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. 25% അതിൻ്റെ ഏരിയ യൂറോപ്പിലാണ്, 75% റഷ്യയുടെ ഏരിയ ഏഷ്യയിലാണ്. ഓക്കെ, ഈ ജനങ്ങളിൽ 75%ഉം ഏത് ഭാഗത്താണ് താമസിക്കുന്നത്? ഈ യൂറോപ്യൻ റഷ്യയുടെ ഭാഗത്താണ് താമസിക്കുക. ഓക്കെ, ഈ ഉക്രൈൻ എന്ന് പറയുന്ന ആ പ്രദേശം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഉക്രൈന് ഏറ്റവും ഫേമസ് ആയിട്ടിരിക്കുന്ന അവിടെ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉക്രൈന് ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് യൂറോപ്പുമായിട്ടാണ്. അതുകൊണ്ടാണ് അവർ യൂറോപ്പിലേക്ക് ചേരാനായിട്ടൊക്കെ അവർ ശ്രമിച്ചതും യുദ്ധം ഉണ്ടായതും. മനസ്സിലായല്ലോ. അപ്പോൾ പോളണ്ടിനോടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഉക്രൈൻ. പോളണ്ട് നമുക്കറിയാം കംപ്ലീറ്റ്ലി ഒരു യൂറോപ്യൻ രാജ്യമാണ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഫ്രാൻസ് എല്ലാവരും കണ്ടല്ലോ. യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഫ്രാൻസ്. നമ്മുടെ കേരളീയരൊക്കെ ധാരാളമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ജർമ്മനി, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, ഇങ്ങനെയുള്ള സ്വീഡൻ, ദെൻ അയർലൻഡിലൊക്കെ നമ്മുടെ ആളുകൾ ഒത്തിരി, സ്പെയിൻ. ഓക്കെ, ഇതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്പിൻ്റെ വെസ്റ്റ് ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നോർത്ത് ഭാഗത്ത് ആർട്ടിക് ഓഷ്യൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സൗത്ത് ഭാഗത്ത് മെഡിറ്ററേനിയൻ സീ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് ഏതൊക്കെയാണ് കാണുന്നത്? സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് ബ്ലാക്ക് സീ. എല്ലാവരും ബ്ലാക്ക് സീ ഒന്ന് നോക്കിയേ. ബ്ലാക്ക് സീ കാണാം, കാസ്പിയൻ സീ കാണാം. അതുപോലെ തന്നെ റഷ്യ എന്നിവിടെ കാണിച്ചിരിക്കുന്നത് ഏഷ്യയാണ് അതിൻ്റെ ബാക്കിയായിട്ട് വരിക. ഓക്കെ, ഈ ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ എന്നൊക്കെ പറയുന്നത് വളരെ കോൾഡായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ദെൻ ക്ലാസിഫൈ ദ ടോപ്പോഗ്രഫി ഓഫ് യൂറോപ്പ്. അതായത് അതിൻ്റെ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് നമ്മുടെ യൂറോപ്പിനെ എത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ടോപ്പോഗ്രഫി അനുസരിച്ച് നമുക്കറിയാം കേരളത്തെയൊക്കെ നമ്മൾ ടോപ്പോഗ്രഫി വെച്ച് എങ്ങനെയാണ് തിരിക്കുന്നത്? മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലേ? ഹൈലാൻഡ്, മിഡിൽ ലാൻഡ്, ദെൻ കോസ്റ്റൽ ലാൻഡ് എന്ന് പറയുന്നത് പോലെ ടോപ്പോഗ്രഫി വെച്ച് നമ്മുടെ യൂറോപ്പിനെ നമുക്ക് 4 ഡിവിഷൻസ് ആക്കി മാറ്റാം. ഫസ്റ്റ് വൺ, നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കാണുന്ന ഹൈലാൻഡ്. ദെൻ സെൻട്രൽ ഭാഗത്ത് കാണുന്ന അപ്ലാൻഡ്, സെൻട്രൽ അപ്ലാൻഡ്. ദെൻ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ. നോർത്ത് ഭാഗത്ത് ഒരു പ്ലെയിൻ കാണുന്നുണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ. ദെൻ ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ഈ 4 ഡിവിഷൻസ് ആയിട്ടാണ് അതിൻ്റെ ടോപ്പോഗ്രഫി അനുസരിച്ച് ഇതിനെ ക്ലാസിഫിക്കേഷൻ നടക്കുക, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്ത് വെച്ചാണ്? ടോപ്പോഗ്രഫി. ആ സ്ഥലത്തിൻ്റെ ഉയർച്ച, താഴ്ച, അങ്ങനെയുള്ള ടോപ്പോഗ്രഫി വെച്ച്. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്, സെൻട്രൽ അപ്ലാൻഡ്, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ, ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ഈ 4 ടോപ്പോഗ്രാഫിക്കൽ ഡിവിഷനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പോഗ്രഫി ഒന്ന് കണ്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം എന്നുണ്ടോ? നോർത്ത്, ഇതിലെ ഓരോ ടോപ്പോഗ്രഫിക് ഏരിയയും ഇവിടെ പ്രത്യേകം കാണിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കാണുന്ന ഹൈലാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, നോർത്ത് ഈസ്റ്റ് ഹൈലാൻഡ്. ദെൻ നോർത്ത് യൂറോപ്യൻ അപ്ലാൻഡ്. ഓക്കെ, സെൻട്രൽ അപ്ലാൻഡ്, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ അവിടെ നിങ്ങൾക്ക് കാണാം. ആൽപൈൻ മൗണ്ടൻ സിസ്റ്റവും ഇവിടെ കാണാം. അപ്പോൾ ഈ ഓരോ ടോഗ്രാഫിക്കൽ ഡിവിഷനെ പറ്റി നമുക്ക് എന്ത് പഠിക്കണം? ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, ഇത് നിങ്ങൾക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ, യൂറോപ്പിൻ്റെ ലൊക്കേഷൻ നമ്മൾ പഠിച്ചു. യൂറോപ്പിനെ പറ്റിയുള്ള നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം.